ഒരു അടിപൊളി കാരമൽ സേമിയ പായസം. ഇനി പായസം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സംഭവം പൊളിക്കും. വെൽക്കം ടു മൈ ചാനൽ, ഫോളോ മീ ഒയ്റോപ്പ. ആദ്യമായി പായസത്തിന് ആവശ്യമായ കാഷ്യൂം കിസ്മിസ് എല്ലാം നമുക്കെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യിലാണ് ഇവ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇവ വറുത്ത് കോരി കഴിയുമ്പോൾ ഈ നെയ്യിൽ തന്നെ നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറു തീയിൽ വെച്ച് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സേമിയ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ മാറ്റി വയ്ക്കാം. പാത്രത്തിലാണ് നമ്മൾ പായസം റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ആദ്യം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പായസത്തിന് ഒരു കയ്പ് രുചി വരും. നന്നായി മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ആ ബട്ടറും പഞ്ചസാരയും എല്ലാം കൂടി ചേരുമ്പോൾ പായസത്തിന് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ബട്ടറെല്ലാം മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളമാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കാരമലൈസ് ചെയ്ത് വെച്ചത് ഒന്ന് കട്ട കുത്തി വരും. പിന്നീട് അത് മെൽറ്റായി വന്നോളും ചൂടാവും തോറും. ഇതെല്ലാം ഒന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വേറെ തിളപ്പിച്ച് വെച്ച പാലാണ് ചൂടോടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാലൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സേമിയ നന്നായി കുക്കാവുന്ന വരെ നമുക്ക് പാകം ചെയ്തെടുക്കാം. ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിൽ പിടിക്കാതെ. സേമിയെല്ലാം എന്ത് പാകമായി കഴിയുമ്പോൾ മധുരം നോക്കി നമുക്ക് ബാക്കി ആവശ്യമായ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് കിസ്മിസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നെയ്യുടെ നല്ലൊരു ഫ്ലേവറിനായി കുറച്ച് നല്ല നെയ്യ് കൂടി ചൂടാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ കാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക രുചിയാണ് ഇങ്ങനെ നമ്മൾ കാരമലൈസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു യൂറോപ്യൻ വിശേഷമായി കാണുന്നവരെ ബൈ ബൈ.